ഹായ് ഓൾ. അയർലൻഡിൽ MSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, ഈ 2026 അയർലൻഡിൽ MSc നഴ്സിംഗ് എങ്ങനെയാണ് പഠിക്കുന്നത്, അതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല രീതിയിൽ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓൾവേസ് ചെക്ക് യുവർ എലിജിബിലിറ്റി. നമ്മൾ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതായത് നമ്മുടെ നാട്ടിൽ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഹോം കൺട്രി ഏതാണോ അവിടുത്തെ നഴ്സിംഗ് കൗൺസിലിൽ, നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൽ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ പല യൂണിവേഴ്സിറ്റീസിനും പല പ്രിഫറൻസ് ആണ്. ചില യൂണിവേഴ്സിറ്റീസ് വളരെ ഫ്ലെക്സിബിൾ ആണ്. അതായത് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ലൈക്ക് 6 months തൊട്ട് ചില യൂണിവേഴ്സിറ്റീസ് ഓക്കെ പറയും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1 to 2 years നമ്മുടെ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ഈ മിനിമം 1 year ആയിട്ട് നിർത്താതെ ഒരു 2 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. കൂടുതൽ നമുക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പ്രോസസ്സ് ചെയ്യാനൊക്കെ അത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്. അത് എയ്തർ OET ഓർ IELTS ഓർ TOEFL. ഓക്കെ, അപ്പം ഇതിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് IELTS ഓവറോൾ 6.5 അല്ലെങ്കിൽ ഈക്വലൻ OET ഓർ TOEFL സ്കോർ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും മിനിമം സ്കോർ ആക്കാതെ നമ്മൾ കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ്, ഇപ്പോൾ 6.5 ആണെങ്കിൽ ഒരു 7 ഒക്കെ ഓവറോൾ നമുക്ക് കിട്ടുവാണെങ്കിൽ വളരെ നല്ല. കാരണം ആപ്ലിക്കൻസ് കൂടുന്നതനുസരിച്ച് അവർ ഈ സ്കോറിൻ്റെ കാര്യത്തിലും ഒക്കെ ചിലപ്പം അവർ ചേഞ്ചസ് വരുത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ 6.5 സ്റ്റിൽ അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. പിന്നെ തേർഡ് സ്റ്റെപ്പ് നമ്മുടെ ഇംഗ്ലീഷ് OET കാര്യങ്ങളെല്ലാം ലാംഗ്വേജ് കാര്യങ്ങളെല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് യൂണിവേഴ്സിറ്റീസ്. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇവിടുത്തെ ടോപ്പ് കുറച്ച് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഞാൻ ലിസ്റ്റ് ചെയ്യാം. അതായത് ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ, യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് ലിമറിക്, യൂണിവേഴ്സിറ്റി ഓഫ് കോർക്ക്, യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ഡബ്ലിൻ. ഇതൊക്കെയാണ് ടോപ്പ് യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കോളേജ് തന്നെ, ഓക്കെ എനിക്ക് ഈ ടോപ്പ് കോളേജിൽ മതി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഡബ്ലിൻ, യൂണിവേഴ്സിറ്റി ഓഫ് ഡബ്ലിൻ അങ്ങനെ ഒരൊറ്റ കോളേജിലായിട്ട് മാത്രം അപ്ലൈ ചെയ്യരുത്. എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 3-4 കോളേജിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. കാരണം നമ്മൾ എപ്പോഴും ഓർക്കണം, ഒത്തിരി ആപ്ലിക്കൻസ് ഉണ്ടായിട്ട് ചിലപ്പോൾ നമ്മൾ പിന്തള്ളപ്പെടാം. അതുകൊണ്ട് നമുക്കൊരു സീറ്റ് കിട്ടണമെന്ന് നമുക്ക് അങ്ങനെയുണ്ട്. നമ്മൾ ഒരു കോളേജായിട്ട് തന്നെ കൊടുക്കാതെ 3-4 കോളേജ് എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് കോളേജൊക്കെ സെറ്റായി. ഇനി കോളേജൊക്കെ സെറ്റായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ ഡോക്യുമെൻറ്റ്സ്. അപ്പം ഈ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിൽ പലർക്കും വളരെയധികം മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡോക്യുമെൻറ്റ്സ് വളരെ കൃത്യമായി പ്രിപ്പയർ ചെയ്യാനും ടൈംലി മാനറിൽ അത് സെൻഡ് ചെയ്ത് കൊടുക്കാനും ഒക്കെ നമ്മളത് ഓർക്കണം. അപ്പം നമുക്ക് ഇതിന് വേണ്ടി നമ്മുടെ അക്കാദമിക് സർട്ട്സ് വേണം, ഡിഗ്രി സർട്ട്സ്, പിന്നെ OET അല്ലെങ്കിൽ IELTS ഏതാണോ നമ്മുടെ ഇംഗ്ലീഷ് ടെസ്റ്റ്, ലാംഗ്വേജ് ടെസ്റ്റ്, അതിൻ്റെ മാർക്സിൻ്റെ കാർഡ് വേണം. പിന്നെ നമുക്ക് CV കാര്യങ്ങൾ വേണം. പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റിനകത്താണ് നമ്മൾ വൈ വി ആർ ചൂസിങ് അയർലൻഡ്, വൈ ഡു വി നീഡ് ടു ഡു MSc ഇൻ അയർലൻഡ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റിലാണ്. പിന്നെ അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ്, ഒരു 1 to 2 റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് നമുക്ക് വേണം. അപ്പോൾ ഓൾവേസ് റിമെമ്പർ, പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ എയ്തർ മേക്ക് ഓർ ബ്രേക്ക് യുവർ ആപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ അത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കോളേജ് വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പം അപ്ലൈ ഓൺലൈൻ, അതാണ് നമ്മുടെ
നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പം ഈ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ കോളേജിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കോളേജിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവരെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ നമ്മളോട് പറയുന്നത് ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആ കറക്റ്റ് ആ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നതനുസരിച്ചൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചില യൂണിവേഴ്സിറ്റീസ് അന്നേരം തന്നെ കുറച്ച് ഫീസൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ ആ ഫീസ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ അടയ്ക്കുക. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് ആപ്ലിക്കേഷൻ സംഭവങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് അവർ പറയുന്ന അനുസരിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിങ് ഡിലേ ആവുന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓഫർ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓഫർ ലെറ്റർ, അപ്പം ചില സമയത്ത് നമുക്ക് ആദ്യം കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കും കിട്ടുന്നത്. കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഇൻ ദ സെൻസ് ചിലപ്പോൾ അവർക്ക് നമ്മളോട് എന്തെങ്കിലും കുറച്ചുകൂടെ ഡോക്യുമെൻറ്റ്സ്, എന്തെങ്കിലും ഫർദർ ഡോക്യുമെൻറ്റ്സ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വയറീസ് ഉണ്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ, എന്തെങ്കിലും ക്വയറി വല്ലതും വന്നാൽ അവർ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടും. അതനുസരിച്ച് നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കണം. ആ ക്വയറിയൊക്കെ ക്ലിയർ ചെയ്ത് ഫർദർ സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ അത്രയും നാൾ നമുക്ക് കണ്ടീഷണൽ ഇതാണ് ഓഫർ ലെറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. വൺസ് ക്വയറീസ് എല്ലാം കംപ്ലീറ്റഡ് ആയി അവർക്ക് കിട്ടേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ഓഫർ ലെറ്റർ, അതായത് നോർമൽ ഓഫർ ലെറ്റർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഓഫർ ലെറ്ററൊക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഈ ഫുൾ ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്സെപ്റ്റ് ആൻഡ് ഡിപ്പോസിറ്റ്. അതായത് നമ്മുടെ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്ത് ഡിപ്പോസിറ്റ് അടച്ച് നമ്മുടെ സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് നമ്മൾ ഒരിക്കലും ഡിലേ ആക്കരുത്. കാരണം നമുക്ക് അറിയാം ഇഷ്ടം പോലെ ആപ്ലിക്കൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഡിലേ ആക്കിയാൽ നമ്മുടെ സീറ്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ഫോർ സ്റ്റുഡൻറ്റ് വിസ. ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റിൻ്റെ പ്രൂഫ് ഓഫ് ഫണ്ട്, പിന്നെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, വാലിഡ് പാസ്പോർട്ട് വേണം, പിന്നെ നമുക്ക് വേണ്ട കോളേജ് ഓഫർ ലെറ്റർ വേണം ഓഫ് കോഴ്സ്, പിന്നെ അതർ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് വേണ്ടി വേണം. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി ചോദിക്കാൻ വരും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി നമുക്ക് വേണം. വിസ പ്രോസസ്സിങ്ങിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം അല്ലെങ്കിൽ വിസ പ്രോസസ്സിങ് ഡിലേ ആവും. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ, കോഴ്സിന് ചേരാൻ പറ്റിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഓക്കെ, അപ്പം ഈ പ്രൂഫ് ഓഫ് ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അയർലൻഡിൽ നമുക്ക് നമ്മുടെ ട്യൂഷൻ ഫീ കൂടാതെ നമുക്ക് അയർലൻഡിൽ ഈ നമ്മൾ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ ഐറിഷ് ഗവൺമെൻറ്റിനെ കാണിക്കുന്ന രീതിയിൽ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കേണ്ട പൈസയാണ് ഈ പ്രൂഫ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ട്യൂഷൻ ഫീ കൂടാതെ നമ്മുടെ അക്കൗണ്ടിൽ കാണേണ്ട പൈസയാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് എയ്തർ നമ്മുടെ സ്പോൺസറായിട്ട് പേരൻസോ അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോൺസേഴ്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വഴിയോ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പോകുന്നവരുണ്ട്, അപ്പോൾ എഡ്യൂക്കേഷൻ ലോണിൻ്റെ പേപ്പേഴ്സ്, പിന്നെ ഇപ്പോൾ നമുക്ക് സ്പോൺസർ ഉണ്ടെങ്കിൽ സ്പോൺസറുമായിട്ടുള്ള റിലേഷന്, അവർക്ക് അതിൻ്റെ എഗ്രിമെൻറ്റ് ലെറ്റർ, അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രൂഫിൻ്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാ പേപ്പേഴ്സും വളരെ കറക്റ്റായിട്ട് നമ്മൾ ഇത് സെക്യൂർ ചെയ്ത് ഫോൾഡറാക്കി നമ്മൾ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എപ്പോഴും ജെന്യുവൻ ആയിരിക്കുക, സ്റ്റാമ്പ്ഡ് ആയിരിക്കുക, ഒഫീഷ്യൽ ആയിരിക്കുക, ആ കാര്യങ്ങളൊക്കെ ഓർക്കുക. പിന്നെ ഈ പ്രൂഫ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ഈ മണി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് പെട്ടെന്ന് നമുക്ക് ചിലവാക്കാൻ പറ്റുന്ന അങ്ങനെയല്ല. അതൊരു 6 months നമ്മുടെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതൊക്കെ അവർ നോക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം എനിക്കും ഇതിൽ മെയിൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഡോണ്ട് റഷ് യുവർ ആപ്ലിക്കേഷൻ. നമ്മളൊരിക്കലും ആപ്ലിക്കേഷൻ റഷ് ചെയ്യരുത്. നമ്മൾ ഇത് സ്റ്റാർട്ട് എയർലി, പ്രിപ്പയർ എവറിത്തിങ് ഇൻ എ കറക്റ്റ് ആൻഡ് ഓർഡർലി മാനർ. ഓക്കെ,
നമ്മളെല്ലാം നേരത്തെ തുടങ്ങി നേരത്തെ കറക്റ്റായിട്ട് ഓർഡറായിട്ട് നമുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും റഷ് ചെയ്യേണ്ട ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും വരികയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അയർലൻഡിലേക്ക് MSc നഴ്സിങ്ങിന് വേണ്ടി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ സ്റ്റെപ്സാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അയർലൻഡിൽ MSc നഴ്സിംഗ് പഠിക്കുമ്പോൾ എത്ര കോസ്റ്റ് ആവും എന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും ഞാൻ വിശദീകരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.